അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിനേക്കാളും മുമ്പ് എനിക്കൊരൊറ്റ കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. മാക്സിമം ഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള കമൻറ്റ് ഇടാണ്ടിരിക്കുക. പിന്നെ നിങ്ങൾ ഷിപ്പിനേക്കാൾ കൂടുതൽ കഥയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിൽ കഥ മുഴുവനായി കാണാൻ മറക്കണ്ട. ഇതൊരു 3 പാർട്ടായിട്ട് ഇടുന്നുണ്ട്. അതിന് കാരണം സ്റ്റോറേജ് ഇഷ്യൂസാണ്. അപ്പോൾ ഇനി വലിച്ചു നീട്ടുന്നില്ല, എല്ലാവരും കഥ കണ്ടതിന് ശേഷം അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതാണ്. തിരുമേനി സ്ഥിരം പുഷ്പാഞ്ജലി തന്നെയല്ലേ കുട്ടിയെ? ആ അതെ. ദിവസവും വന്ന് സംസാരിക്കണ്ട, ഇനി ഞാനായിട്ട് കണ്ടറിഞ്ഞ് ചെയ്തോളാം. ശരി തിരുമേനി. കുട്ടി എന്നാ പോയി വലം വെച്ചിട്ട് വരൂ, ഞാൻ അപ്പോഴേക്കും ഈ പ്രസാദം ശരിയാക്കാം. ആ ശരി. എൻ്റെ മഹാദേവ, ഞാൻ ഇങ്ങോട്ട് എന്തിനാ വരണേന്ന് നിനക്കറിയാലോ. ഞാൻ എന്താണ് ഇപ്പോഴും ആവശ്യപ്പെടാറെന്നും നിനക്കറിയാലോ. അതൊന്ന് ഉടനെ തന്നെ സാധിച്ചു തരണേ. അതെ, നിന്റെ പ്രാർത്ഥിച്ചു കഴിഞ്ഞോ? അതെങ്ങനെ കഴിയാനാ, ഞാനിപ്പോൾ കയറി വന്നതല്ലേ ഉള്ളൂ. ഓ, അപ്പം അരമണിക്കൂർ ഞാൻ പുറത്ത് നിൽക്കണമെന്ന്? ആ നിൽക്കണം. ഇവളെ കൊണ്ട് ഞാൻ പുറത്തുണ്ടാവും. ആ ശരി, പോവാം നമുക്ക്. ദേ നോക്ക് ഗൗരി, നീ കാരണം നടന്ന് എൻ്റെ ചെരുപ്പ് വരെ തേഞ്ഞു. ഈ അമ്പലത്തിത്തെ പോക്കൊന്നും നിനക്ക് നിന്നില്ലേ? എടി, ഈ ദൈവം എന്ന് പറയുന്ന ആൾ ഈ തൂണിലും തുരുമ്പിലുണ്ട്. ദിവസം അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കണമെന്നില്ല. പുഷ്പാഞ്ജലി ഞാൻ വീട്ടിലിരുന്ന് കഴിക്കാം പോ. ഓ, അത് ശരിയാണല്ലോ. എടി, നീ ആഗ്രഹിച്ചതൊക്കെ നടക്കുന്നത് നിനക്ക് എങ്ങനെ അറിയാനാ? ഇത്ര കാലമായിട്ടും നീ പ്രാർത്ഥിക്കുന്നത് ആ മഹാദേവന് മുമ്പിൽ പോയിട്ടാ. എന്നിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ദേ, വെറുതെ തന്നെ മഹാദേവന് കുറ്റം പറയല്ലോ കേട്ടോ. സമയമാകുമ്പോൾ ഞാൻ പറയുന്നത് നടന്നോളും. അതെ, അത് നടന്നോളും. 10 വർഷത്തെ സമയം കഴിഞ്ഞല്ലോ, ഇനിയുണ്ട് സമയം. നിനക്ക് 50ആയി, 60ആയി, 70ആയി, അങ്ങനെ പൊയ്ക്കോളും. ദേ നോക്ക് ഗൗരി, നീ സങ്കടപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. നീ ഇപ്പോൾ 10 വർഷമായില്ലേ ഇതിനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നീ എന്തുറപ്പിലേ ജീവിക്കുന്നത്? നിനക്ക് 24 വയസ്സായി. അതിന് വല്ല ബോധമുണ്ടോ? എന്തിന്? ആ മനുഷ്യന് നിന്നെ അറിയാൻ കൂടി ചെയ്യോ? എപ്പോഴോ കണ്ടൊരോർമ്മ, അതിനു മുതൽ നിനക്ക് അങ്ങേരെ ഇഷ്ടമാണ്. പക്ഷെ അതും പറഞ്ഞ് അങ്ങേർക്ക് നിന്നെ ഇഷ്ടമുണ്ടോ? അങ്ങേരെ നിന്റെ മുഖത്തു കൂടി നോക്കിയിട്ടില്ല. അത് നീ പറഞ്ഞത് ശരിയാ. എൻ്റെ പ്രണയം എന്നിൽ മാത്രമേ നിന്നിട്ടുള്ളൂ. അതാർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല. ഒരു 7 വയസ്സുകാരിക്ക് തോന്നിയ പ്രണയം അത് 14 വയസ്സ് വരെ നീണ്ടു നിന്നു. അതിനുശേഷം ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഒരിക്കൽ എന്നോട് സംസാരിച്ചപ്പോൾ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാലിൽ കിടക്കുന്ന കൊലുസ് കാണാൻ നല്ല ഭംഗിയാണെന്ന്. അതിൽ പിന്നെ പുതിയ കൊലുസുകൾ വാങ്ങിക്കുമ്പോൾ ഞാനത് ഇടാറില്ല. അദ്ദേഹം എന്തെങ്കിലും വരുമ്പോൾ ആ കൊലുസിട്ട് അദ്ദേഹത്തിന് മുമ്പിലൂടെ നടക്കണമെന്ന് കരുതും. പക്ഷേ വിധി എന്താണാവോ എന്നെ വീണ്ടും സങ്കടപ്പെടുത്തുകയാണ്. ഇടീ 7 വയസ്സും 14 വയസ്സൊക്കെ എനിക്കറിയാം. പക്ഷെ ആ സമയത്തും നിന്നെ അദ്ദേഹം ഒരു സഹോദരി എന്ന് പറഞ്ഞല്ലേ കണ്ടിട്ടുള്ളൂ. എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. അദ്ദേഹത്തിന് ഒരു പക്ഷെ എന്നെ ഓർമ്മ കൂടി ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെയല്ലല്ലോ. ഞാൻ ഇഷ്ടപ്പെട്ടു പോയിടി. അതുകൊണ്ടാണ് പ്രാണന് തുല്യം ഞാൻ സ്നേഹിച്ചും പോയി. ഇനി അങ്ങനെ വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയില്ല. എന്തെങ്കിലും ഒരിക്കൽ ഇങ്ങോട്ട് തിരിച്ചു വരില്ലേ, അന്ന് മനസ്സിലുള്ളതൊക്കെ ഞാൻ പറയും. അപ്പോൾ ആരാ എന്താ എന്നൊക്കെ എന്നോട് മറുപടി ചോദിച്ചാൽ അന്ന് ഞാൻ എല്ലാം നിർത്തും. എന്നിട്ട് മഹാദേവൻ്റെ തോഴിയായി ഞാനിവിടെ ജീവിക്കും. എന്ന് വെച്ചാൽ കല്യാണം കഴിക്കില്ല എന്ന്? അതെ. അദ്ദേഹം വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ ജീവിച്ചോട്ടെ എന്ന് കരുതും. നീ എന്താ മോളിങ്ങനെ? എനിക്കറിയാൻ പാടില്ല. ഓഹോ, എന്ത് പറഞ്ഞാലും ഇങ്ങോട്ട് തിരിച്ച് പറഞ്ഞോളൂ കേട്ടോ. എനിക്ക് സമയമായി, ഇല്ലെങ്കിൽ ഞാൻ ഇനി നിന്ന് സംസാരിച്ചാനായിരുന്നു. ഞാൻ പോട്ടെ. ഇപ്പം എന്നെ കാണാൻ എൻ്റെ ചെക്കൻ വന്ന് നിൽക്കുന്നുണ്ടാവും. നിൻ്റെയൊന്നും നടക്കുന്നില്ല, എന്തെങ്കിലും ഇനി നടക്കട്ടെ.
എന്നാ സേഫായിട്ട് വീട്ടിലേക്ക് പോവാൻ നോക്ക്. ശരി. ആ, എല്ലാ വാനരന്മാരും ഉണ്ടല്ലോ. എന്താ ഇവിടെ? ഗൗരിയേച്ചി, കിച്ചുചാന്റെ വീട്ടില് മാങ്ങ ഉണ്ടായിട്ടുണ്ട്, മൂവാണ്ടൻ. നമുക്ക് പോയി പറിച്ചാലോ? അതെയോ? എന്നാ വാ, നമുക്ക് വേഗം പോയിട്ട് വരാം. നിക്ക് എങ്ങോട്ടാ മോളെ ഗൗരി? അല്ല, ഞാൻ മാങ്ങ പൊട്ടിക്കാൻ. മാങ്ങൊക്കെ പിന്നെ പൊട്ടിക്കാം, നേരം വെളുത്തതല്ലേ ഉള്ളൂ. നീ ആദ്യം പോയാ മുത്തശ്ശിനെ നോക്ക്. ഒരു 100 കൂട്ടം പണിയുണ്ട്. എനിക്കാണെങ്കിൽ തണ്ടൽ വേനെടുത്തിട്ട് പാടില്ല. ക്ലാങ്ങളുടെ കൂടെ കറങ്ങാൻ നടക്കാവുള്ളൂ. ചേച്ചിനെ പിന്നെ എന്തിനാ നിർത്തിക്കുന്നേ? ചേച്ചിയല്ലേ ഇവിടുത്തെ വേലക്കാരി. എന്നിട്ട് പിന്നെ എന്തിനാ ഗൗരിയേച്ചിനെ വിളിക്കുന്നേ? ഞാൻ വേലക്കാരിയൊക്കെയാ, പക്ഷെ എനിക്ക് തണ്ടിൽ വേനെടുക്കുന്നു. മുത്തശ്ശി പിന്നെ നിന്നെ കുറെ നേരം അന്വേഷിക്കുന്നു. രാവിലെ തന്നെ മാങ്ങ തിന്ന് വയറിളക്കം പിടിക്കാനല്ലേ? അതൊന്നും നിക്കണ്ട, നിങ്ങൾക്ക് പോവാന്നൊക്കെ. വൈകുന്നേരം വാ. ഓ ഗൗരിയേച്ചി, ഞങ്ങൾ എന്നാ ഇറങ്ങുവാ? നമുക്ക് വൈകുന്നേരം കാണാം. ആടാ മക്കളെ, പോയിട്ട് വാ. ഞാനപ്പോ ഇതിനും പണിയൊക്കെ തീർത്തേക്കാം. ഗൗരി, നിനക്ക് ഈ കൊച്ചു പിള്ളേരായിട്ടുള്ള കറക്കം കുറച്ച് കൂടുന്നുണ്ട്. അമ്മമാര് വായന്ന് വരുന്നുണ്ടില്ലേ? ഇത്തിരിയോളുള്ളൂ. അവര് പറഞ്ഞത് സത്യമല്ലേ ചേച്ചി? ഓ, നീ എന്താ പറഞ്ഞായിരുന്നേ? എനിക്ക് മടിയാണെന്നോ? എനിക്ക് എവിടെ പണി ചെയ്യാനോ മടിയൊന്നുമില്ല കേട്ടോ. ഇല്ലില്ല, ഇന്നലെ രാത്രി കാണാൻ പറ്റാത്ത സീരിയല് രാവിലെ ടെലികാസ്റ്റ് ചെയ്യുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. അതാന്നാ തോന്നുന്നു ഈ തണ്ടൽ വേനയുടെ രഹസ്യം. അയ്യോ, അല്ല. സാരില്ല, ഞാൻ ചെയ്തോണ്ട്. ചേച്ചി പോയി കണ്ടോളൂ. ശരി. അല്ല മുത്തശ്ശിയെ, എന്താ ഇപ്പൊ ഒരു ഇരിപ്പ്? അല്ലെങ്കിൽ കിടന്ന് നടക്കുന്നതാണല്ലോ. എന്റെ കുട്ടിയെ, നീ വന്നേ. എന്റെ കാല് നല്ല വേദന. ആ കുഴമ്പിട്ടൊന്ന് ഒഴിഞ്ഞു തന്നെ. ആ, വീണ്ടും ആ കാലുവേദന വരുത്തി വെച്ചു അല്ലേ? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തു പോകുമ്പോ എന്നെയും കൂടി വിളിക്കാനായിട്ട്. ഇപ്പൊ കണ്ടില്ലേ? ഇനിയിപ്പൊ ഇതെന്ന് മാറാനാ മുത്തശ്ശി? ഇല്ല കുട്ടിയെ, നമ്മുടെ പഴയ തറവാടൊന്ന് വൃത്തിയാക്കാൻ കേശവനോട് പറയാൻ പോയതാണ്. ആ പോണ സമയത്ത് കാലൊന്നു ചെറുതായിട്ടൊരു കല്ലുമ തട്ടി. പിന്നെ മുത്തശ്ശിക്ക് അങ്ങോട്ട് തുടങ്ങിയതാ വേദന. കുഴമ്പിട്ട് ഒഴിഞ്ഞിട്ടൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. പിന്നെ നിന്റെ കൈ എൻ്റെ കാലുമ പതിഞ്ഞ തീരാവുന്ന വേദനയല്ലേ ഉള്ളൂ. നീ വന്നിരിക്കേ. എന്നീ വായുബലം കൊണ്ട് വീഴ്ത്താൻ വലിയ കഴിവ് എൻ്റെ മുത്തശ്ശിക്ക്. ഞാൻ പിന്നെ ആരെ വീഴ്ത്താ? എൻ്റെ കുട്ടിയല്ലാണ്ട് വന്നിരുന്ന് ഒഴിയടാ നീ. ഒഴിഞ്ഞൊക്കെ തരാം. രാത്രി എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തരോ? അത് മുത്തശ്ശി ഏറ്റു. സാധനങ്ങളൊക്കെ മുത്തശ്ശിയുടെ മുമ്പിൽ കൊണ്ടുവച്ചാ മുത്തശ്ശി മാവ് ഉണ്ടാക്കി തരാം. നീ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തോന്ന്. ആ ശരി മുത്തശ്ശി. ആരോ വരുന്നുണ്ടല്ലോ കുട്ടിയെ, മോളി പോയെന്ന് നോക്കിയേ. ആ മുത്തശ്ശി. ഗൗരിയേച്ചി. ഹാ ശിവാനി, ആ അമ്മയുണ്ടല്ലോ. ഇതെന്താ അറിയിക്കാണ്ട് ഒരു വരവ്? ആ, വരണ്ടി വന്നു. അമ്മ ഇല്ലാകത്ത് ഉണ്ട്. കാലിന് ചെറിയൊരു വയ്യായ, അപ്പോ കുഴമ്പിട്ടിരിക്കുക. ആണോ? എന്നാ ഞങ്ങൾ അകത്തോട്ട് കയറാം. മോളെ, ഈ ബാഗ് ഒന്ന് അകത്തേക്ക് കൊണ്ടുവയ്ക്കണേ. ആ അമ്മേ. അമ്മ നടക്ക്, ഞാനും ബാഗ് എടുക്കാം. ഞാനും ഗൗരിയേച്ചി ഒരുമിച്ച് വരാം. സൂക്ഷിച്ചൊക്കെ ആ ബാഗ് പിടിക്കണേ. നീ ആയതുകൊണ്ട് കൈന്ന് നിലത്ത് വിടും. അയ്യോ ഇല്ല, സൂക്ഷിച്ചോണ്ട്. എന്താ ശിവാനി പെട്ടെന്നൊരു വരവ്? അതൊന്നുമില്ല ചേച്ചി, കുറച്ച് കാലായാലും മുത്തശ്ശിനെ കണ്ടിട്ട്. അപ്പോ അമ്മയ്ക്ക് കാണാൻ തോന്നി. ഞാൻ കരുതി ചേട്ടൻ വന്ന് കാണുന്നു. ഇല്ല, ഏട്ടൻ എവിടെയുണ്ടോന്ന് എനിക്ക് പോലും അറിയത്തില്ല. എപ്പോഴെങ്കിലും ഒരു കത്തയച്ചാലായി, അതും 1-2 വാക്കിൽ ഒതുക്കും. ഓ അതെയോ? ഇങ്ങനെ ഒരാളിവിടെ കാത്തിരിപ്പുണ്ടെന്ന് ഏട്ടനോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നേരത്തെ വന്നേനായിരുന്നു അല്ലേ. അതിന് നിന്റെ ഏട്ടൻ എന്നെ സ്നേഹിച്ചിട്ടില്ലല്ലോ. അതിന് ചേച്ചി എപ്പോഴെങ്കിലും ആ സ്നേഹം പറഞ്ഞിട്ടുണ്ടോ? എന്നാലല്ലേ ഏട്ടനെ സ്നേഹിക്കാൻ പറ്റൂ. പിന്നെ എന്റെ ഒരറിവ് വെച്ച് ആ സമയം വരെ ഏട്ടന്റെ മനസ്സിലൊരു പെണ്ണും കയറി പറ്റിയിട്ടില്ല. അന്ന് ഗൗരിയേച്ചി ഏട്ടനോട് എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഏട്ടൻ ഇവിടുന്ന് പോക പോലും ഉണ്ടായിരുന്നില്ല. 14 വയസ്സുള്ള കുട്ടിക്ക് എങ്ങനെ ഇത്ര ധൈര്യം കിട്ടാ? ഇപ്പോഴും എനിക്ക് ധൈര്യമില്ല. കൈയും കാലും വിറയ്ക്കുക എൻ്റെ. എന്തെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ എങ്ങനെ ഞാൻ സംസാരിക്കും? പേടിയാവാ. പേടിക്കാനും മാത്രം ഒന്നുമില്ല. കണ്ണി നോക്കി അങ്ങോട്ട് പറയാ. വായ പറഞ്ഞേക്കാൾ മനോഹരമായി കണ്ണുകൾ പറയുന്ന കേട്ടിട്ടുള്ളത്. പിന്നെ പണ്ടത്തെ പോലെയല്ലേ ഇപ്പൊ ഗൗരിയേച്ചി? എന്തൊരു സുന്ദരിയെന്നറിയോ? എനിക്ക് വരെ കുശുമ്പ് തോന്നുന്ന ഇത്രയും ഭംഗി കണ്ടിട്ട്. ആ കണ്ണുകളും ചുണ്ടുകളും ഇതൊക്കെ കാണുമ്പോൾ ഏട്ടൻ വീണു പോകുന്നേ. നീ എന്നെ വെറുതെ കളിയാക്കുവാണോ? ഞാൻ കളിയാക്കിയതല്ലോ, സത്യം പറഞ്ഞതല്ലേ. അല്ല, നിങ്ങൾ രണ്ടുപേരും ആ ബാഗും കൊണ്ട് അവിടെ നിൽക്കാനാ പരിപാടി? അകത്തേക്ക് കയറി വാ മക്കളെ. ആ, ഞങ്ങതാ വരുന്നു.
അല്ല, നിനക്ക് നിന്റെ അമ്മ ഇപ്പോഴാ ജീവനോടെ ഉള്ളോന്ന് ഓർമ്മയുള്ളൂ? എൻ്റെ അമ്മേ, എൻ്റെ സാഹചര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ഞാൻ എത്ര തവണ അമ്മയോട് പറയുന്നു, അമ്മയ്ക്ക് എൻ്റെ കൂടെ വന്ന് എൻ്റെ ഒപ്പം നിന്നൂടെ? ഇവിടെ എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒറ്റയ്ക്ക്. ഞാനേ ഒറ്റയ്ക്കല്ല, ഇവിടെ എനിക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് സ്വന്തം എന്ന് പറയാനായിട്ട്. പിന്നെ ഈ വീട് വിട്ട് ഞാൻ വരില്ല. കാരണം എൻ്റെ ഭർത്താവ് ഇറങ്ങുന്ന മണ്ണേത്. അമ്മയോട് ഇനി തർക്കിക്കാൻ ഞാനില്ല. ഞാൻ പറഞ്ഞാലും കേൾക്കില്ലെന്നറിയാം. പിന്നെ ഞാനും മോളും ഒരു മാസം ഇവിടെ ഉണ്ടാവും. അവൾക്ക് വെക്കേഷനായി. കൂടെ മക്കളുണ്ടാകുന്നത് ഓരോ അമ്മമാർക്ക് അച്ഛന്മാർക്ക് സന്തോഷമാണ്. പിന്നെ എൻ്റെ ശിവൻകുട്ടി എന്ത് പറയുന്നു? ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ കത്തയച്ചാലായി. ദിവസവും ഞാൻ അയക്കുന്നുണ്ട്, പക്ഷേ ഒരു മറുപടി അതിലുണ്ടാവൂ. ചാവണേക്കാളും മുമ്പ് എൻ്റെ പേരക്കുട്ടിയുടെ കല്യാണം എങ്ങനെ എനിക്ക് കാണാൻ സാധിക്കും മോളെ? അമ്മ എന്താ പറയുന്നേ? അവൻ അയക്കുന്ന കത്തിൽ ഭൂരിഭാഗവും ഞാൻ പറയുന്ന കാര്യം ഇത് മാത്രമാണ്. അവനൊരു ജീവിതം വേണ്ടേ? എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ ആരും തുണയില്ലാതെ കുറച്ച് കാലം കഴിഞ്ഞ് ഇവളെ കല്യാണം കഴിപ്പിച്ച് വിടും. അതുവരെ ഇവൻ ഇങ്ങനെ നിന്നാ ഇങ്ങനെ ശരിയാവാനാ? അവൻ്റെ മുഖം കണ്ടിട്ട് എത്ര വർഷമായി. ഇപ്രാവശ്യമെങ്കിലും അവനെ നമുക്ക് ഇങ്ങോട്ട് വരുത്തണം. എന്ത് പറഞ്ഞിട്ടാണ് അമ്മ വരുത്താ? അവൻ്റെ മുത്തശ്ശി ചാവാനായി കിടക്കാന്ന് അങ്ങോട്ട് എഴുതി. അമ്മേ, പിന്നല്ലാതെ അങ്ങനെ പറയെങ്കിൽ ആ കൊച്ചിങ്ങോട്ട് വരട്ടെ. കല്യാണക്കാരൻ അതിൽ സൂചിപ്പിക്കേണ്ട. ഇവിടെ വന്നിട്ട് ഒരു നല്ല പെൺകുച്ചിനെ തപ്പിയിട്ട് നമുക്ക് അവനെ കല്യാണം കഴിപ്പിച്ച് വിടാം. പ്രായം 28ആയി. ഇനി അങ്ങോട്ട് നീട്ടിപ്പോയ പെണ്ണ് കിട്ടില്ലെന്ന് പറ. അമ്മ, ചായ എടുക്കട്ടെ ഞാൻ? ആ കുഞ്ഞെ, കുറച്ചെടുത്തോ. ആ ശരി, ഞാൻ ചായ ഇട്ടിട്ട് വരാം. അല്ല, ഇവളുടെ കാര്യം എന്തായി അമ്മ? ഇവളെ കല്യാണം കഴിപ്പിച്ചൊന്നും കൊടുക്കുന്നില്ലേ? അവളുടെ കല്യാണം നടത്തണം. ഇപ്പോ സ്വന്തം എന്ന് പറയാനായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ കൊച്ചിന്. എൻ്റെ ഈ വീട് മരണശേഷം ആ കുഞ്ഞിനുള്ളതാ. നിനക്ക് തരാനുള്ള സ്വത്തുക്കളൊക്കെ ഞാൻ തന്നു വിട്ടിട്ടുണ്ട്. ഇനി ഈ വീടിൻ്റെ അവകാശം ആ കുഞ്ഞിന് ഞാൻ കൊടുക്കും. അത് ആ കൊച്ചിൻ്റെ അച്ഛനോടുള്ള എൻ്റെ കടപ്പാട് മാത്രമാണ്. ആവശ്യ നേരത്ത് അദ്ദേഹം ഉണ്ടായിട്ടുള്ളൂ എനിക്ക്. അറിയാമേ, ഗൗരിമോൾക്ക് എത്ര കൊടുത്താലും തീരില്ല. എനിക്കും അവളെൻ്റെ ഒരു മോളെ പോലെ തന്നെയാ. ഇത്രയും നല്ല അച്ചടക്കമുള്ള ഇത്രയും സൗന്ദര്യമുള്ള കുഞ്ഞിനെ എവിടെ നിന്ന് കിട്ടാനാ? കാണുമ്പോൾ കൊതിയാവും. അമ്മേ, മുത്തശ്ശി, നിങ്ങൾ രണ്ടുപേരും ഏട്ടൻ്റെ പെണ്ണിനെ ആലോചിക്കല്ലേ? ആ അതെ. ഞാനൊരു അസല് പെണ്ണിന്റെ പേര് പറയാം. പുള്ളിക്കാരി നല്ല കുട്ടിയാ. എന്തിന്? പാചകം അറിയാം, പഠിപ്പുണ്ട്, പിന്നെ ഭർത്താവിന് പൊന്നുമല്ലോ നോക്കും. ആരത്? ഞാനറിയാത്ത പെണ്ണ്. ഗൗരിയേച്ചി. ആ, ഗൗരിയേച്ചിക്ക് എന്താ അമ്മ കുറവ്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഏട്ടന് സ്വർഗല്ലേ സ്വർഗം. അയ്യോ, കയ്യില് സ്വർണ്ണം ഇരിക്കുമ്പോഴാണോ ഞാൻ നിധി തേടിപ്പോയത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ആലോചിച്ചൂടെ മോളെ? അവൻ എന്തായാലും ചേരുന്നേ. ഞാൻ ആലോചിക്കാതില്ല. ഇതാകുമ്പോ നമുക്ക് പേടി കൂടാണ്ട് രണ്ടുപേരെയും ഒന്നിച്ചാക്കാനും സാധിക്കും. രണ്ടുപേരും ജീവിതത്തിൽ നിന്ന് വിട്ടുപോയില്ലല്ലോ. അമ്മ, അന്ന് അങ്ങനെ നടത്താല്ലേ? ആ, നടത്താം. പക്ഷേ അവന് കത്തയച്ചും കൂടെ എത്തിക്കട്ടെ. ആ, എത്തിക്കണം. എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞതുപോലെ നീ കത്തിൽ അങ്ങോട്ട് എഴുത്. എനിക്ക് വയ്യാന്ന്. അവൻ വരും. ഞാൻ എഴുതാം. ഗൗരിയേച്ചി, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ ശിവാനി? ചേച്ചിയുടെ ഏട്ടന്റെ കല്യാണം നടത്താൻ പോവാ. എന്താ? ആണ്, ഞാനൊക്കെ പറഞ്ഞുതരാം. ഇരിക്കിവിടെ. എൻ്റെ മഹാദേവ, ഞാൻ ആഗ്രഹിച്ച സ്വപ്നമൊക്കെ നടക്കാൻ പോവാണോ? എനിക്ക് സന്തോഷമായി. ശിവ, നീ ഓക്കെ അല്ലേടാ? ആ ബദ്രി ഓക്കെയാ. ഇന്ന് നല്ല പണിയായിരുന്നല്ലേടാ നമുക്ക്. അതെ. शिवा आपके पास है पद? हाँ साहब, मुझे दें. हाँ
इसे बेहतर से हो गया है. നിനക്ക് മലയാളം അറിയാലോ, മര്യാദക്ക് മലയാളത്തിൽ സംസാരിക്കടാ. ഹിന്ദി കേട്ട് കേട്ട് മടുത്ത മനുഷ്യന്. അല്ലടാ, ഇതിപ്പോ നിനക്ക് കുറെ ആയില്ലേ കിട്ടുന്നു. നീ ആകെ ഒരെണ്ണത്തിനെ മറുപടി അയക്കൂ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിന്നെ നിന്റെ വീട്ടുകാർ വേണ്ടാന്ന് വെക്കൂട്ടോ. അതാ നല്ലത്. എനിക്ക് ഇവിടെ കിടന്ന് ജീവിച്ചാൽ മതി. അവരുടെ ഓരോ വിശേഷങ്ങൾ പറയും, ഞാൻ തിരിച്ചു മറുപടി പറയും. അതിലാദ്യത്തെ ടോപ്പിക് ഇതായിരിക്കും, മാരേജ്. എടാ, നിനക്കൊക്കെ അഹങ്കാരാണ്. നിനക്ക് കുടുംബക്കാരും വീട്ടുകാരും ചോദിക്കാൻ ഒരു അമ്മയുള്ളതിന്റെ അഹങ്കാരം. ഒരനാഥനായി എനിക്കറിയാം അതൊന്നും ഇല്ലാത്തതിന്റെ വേദന എന്താണെന്ന്. അവര് പറയുന്നത് കാര്യമില്ലേ? നിനക്ക് 28 വയസ്സായില്ലേ? കല്യാണം കഴിക്കാണ്ട് ഇങ്ങനെ മൂത്ത് നിറച്ച് നിൽക്കാനുള്ള പണിയിലാണോ? അതന്നെയാണ് ചെയ്യാൻ പോകുന്നത്. കല്യാണം കഴിക്കാണ്ട് ആരും തുണയില്ലാതെ ഒറ്റയ്ക്ക് ഇവിടെ ജീവിച്ച് തീർക്കണം. എടാ മോനെ, ജീവിതം എന്ന് പറയുന്നതേ ഒന്നേ ഉള്ളൂ. ആ ഒരൊറ്റ ജീവിതത്തിൽ എല്ലാം ആസ്വദിക്കണം. ഭാര്യയും മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു നല്ല ലൈഫ്. അല്ലാതെ കണ്ണി കണ്ടവർക്ക് വേണ്ടി ജീവിതം കൊടുത്തിട്ട് എന്ത് കാര്യം? കണ്ണി കണ്ടവരോ? നമ്മൾ ഇന്ത്യക്കാർ, ഇന്ത്യയിലുള്ള ഓരോ മനുഷ്യനും നമ്മുടെ സഹോദരന്മാരാണ്. നമ്മളെപ്പോലുള്ളവർ അവർക്ക് തുണയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പിലല്ലേ അവർ ഓരോരുത്തരും കിടന്ന് ഉറങ്ങുന്നത്. അത് മതി എനിക്ക്. എന്നിട്ട് ഈ പറഞ്ഞ പട്ടാളക്കാരിൽ മുഴുവനും കല്യാണം കഴിക്കാണ്ടിരുന്നിട്ടുണ്ടോ? എല്ലാവരും കല്യാണം കഴിച്ചിട്ടുണ്ട്. അതോരോരുത്തരുടെ ഇഷ്ടമല്ലേ, എനിക്കതിന് താല്പര്യമില്ല. എടാ, നീ ഇന്ത്യയിൽ പോയിട്ട് ഒരു മനുഷ്യനോട് പോയിട്ട് മോഹൻലാൽ ആരാ മമ്മൂട്ടി ആരാന്ന് ചോദിച്ചാൽ അവരെടുത്ത് പറയും അത് ആക്ടേഴ്സാണ്, സിനിമാ നടന്മാരാണ്, കോടീശ്വരന്മാരാണ് എന്നൊക്കെ. പക്ഷേ പോയിട്ട് ശിവ ആരാ ബദ്രി ആരാന്ന് ചോദിച്ചാൽ അവര് പറയും അറിയാൻ പാടില്ല എന്ന്. കാരണം എന്താ? നമ്മളെപ്പോലുള്ള പട്ടാളക്കാരന്മാരെ ആരും ഓർത്ത് വെക്കില്ല. മരിച്ച ദിവസം അന്ന് എല്ലാവരും ഒന്ന് ഓർക്കും, ആ വെടി പൊട്ടിക്കാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞാൽ നമ്മളെ മറക്കും. അങ്ങനെ മറന്നു കഴിയുന്നവരാ ഈ ലോകത്ത് ഭൂരിപക്ഷവും. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളെ നീ കണ്ടിട്ടുണ്ടോ? അത് നമ്മുടെ അമ്മ മാത്രമായിരിക്കും. അല്ലാത്ത ആരും നമ്മൾ ഓർക്ക പോലും ഇല്ലടാ. അവർ ഈ സമാധാനത്തോടു കൂടി ഉറങ്ങുന്നത് നമ്മളാണെന്ന് പോലും ഓർക്കാതെയാ അവർ ജീവിക്കുന്നത്. അവർക്കെല്ലാം അവരുടെ ലൈഫും അവരുടെ ഇമ്പോർട്ടൻസ് മാത്രമാണ്. അതിൽ ജീവൻ കൊടുത്ത ഓരോ പട്ടാളക്കാരന്മാരും അവരുടെ മനസ്സിലുണ്ടാവില്ല. സോ അവർക്ക് വേണ്ടി എല്ലാം സാക്രിഫൈസ് ചെയ്യണമെന്നില്ല. സ്വന്തം ഒരു ലൈഫ് അതുണ്ടാകുന്നത് നല്ലതാ. കാരണം നമ്മൾ ഓർക്കാൻ അങ്ങനെ ഒരാളെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ ഭാര്യയും മക്കളും ഒക്കെ. ശരി, ഞാൻ കല്യാണം കഴിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ. കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നു. ഒരു വെടിവെച്ചതിൽ ഞാൻ മരിക്കുകയാണ്. പിന്നെ അവളുടെ ജീവിതം എന്താവും? അവൾക്ക് ആരെങ്കിലും തുണയുണ്ടാവോ? ഭർത്താവില്ലാത്ത പെണ്ണിനെ എത്ര പേര് വൃത്തികെട്ട രീതിയിൽ നോക്കിക്കാണും? എത്ര പേര് അവളോട് മോശമായി പെരുമാറും? ഇതൊക്കെ ഓർക്കുമ്പോഴാണ് പേടി. അങ്ങനെയാണെങ്കിൽ സ്വന്തം ജീവിതം കൊടുത്ത് ഒരു പെൺകുട്ടികളും ഒരു പട്ടാളക്കാരന്മാരെയും കല്യാണം കഴിക്കില്ലായിരുന്നു. അങ്ങനെ തൻ്റെ ഭർത്താവിന് ഒരു കാലത്ത് നഷ്ടപ്പെടുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് തന്നെയാണ് അവൾ ഓരോ ജീവനും അവർക്ക് വേണ്ടി നീട്ടുന്നത്. അവര് ഈ ലോകത്തിന് വേണ്ടി, നമ്മുടെ സ്വന്തം നാടിന് വേണ്ടി ജീവൻ കൊടുക്കുമ്പോൾ അവളുമാര് നമുക്ക് വേണ്ടി ജീവിക്കുന്നേ. മോശമായ രീതിയിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവന്മാരെ ചെപ്പക്കുറ്റി നോക്കി കൊടുക്കാൻ അവൾമാർക്ക് അറിയാം. കാരണം അവർ പട്ടാളക്കാരൻ്റെ ഭാര്യയാണ്. എങ്കിലും പേടിയാടാ, ഒരു ഉൾഭയം. അത് ഓരോ പട്ടാളക്കാരനും ഉണ്ടാവും. അറിയാം. നീ അത് വിട്ടെ. നീ ആ പേപ്പർ ഒന്ന് തുറന്ന് വായിച്ചേ. എന്ത് കത്താന്ന് അറിയണമല്ലോ. എന്താടാ സ്ഥിരം വായിക്കുന്നത് തന്നെ? നീ ഒന്ന് വായിക്കച്ചേക്ക, നമുക്ക് നോക്കാന്ന്. എന്താ വായിച്ചു കഴിഞ്ഞ എന്താ പറയുന്നേ? അതും മുത്തശ്ശിക്ക് വയ്യാടാ. അപ്പോ നാട്ടിക്ക് വരാൻ. എന്തായാലും ഇത്ര കാലായില്ലേ, ഒരു 3 മാസത്തേക്ക് വെക്കേഷൻ എടുത്ത് നാട്ടിൽ പോയി നിൽക്കാല്ലേ? അതെ, അത് മികച്ചൊരു നല്ല തീരുമാനം. കാരണം 10 വർഷമായിട്ട് നീ ഇവിടെ തന്നെയുണ്ട്. ഇനി കുറച്ച് നാളെങ്കിലും നീ നിന്റെ വീട്ടിൽ പോയിട്ട് നിന്റെ പെങ്ങളെയോ അമ്മയോ ഒക്കെ കാണ്. അപ്പോൾ സമാധാനം കിട്ടും. എന്നെ പോലെ ആരുമില്ലാത്തവനല്ലല്ലോ നീ. അപ്പോൾ കയറി ചെല്ലാൻ ഒരു ഇടം ഉണ്ടെങ്കിൽ എപ്പോഴും ഓരോ പട്ടാളക്കാരനും ഹാപ്പിയാണ്. പിന്നെ നീയും കുറെ കാലമായിട്ട് ലീവൊന്നും എടുത്തിട്ടില്ലല്ലോ. നീ വരുന്നു എൻ്റെ കൂടെ? ഞാനാ? എന്തിന്? അല്ലടാ, നിനക്ക് ആരില്ലെന്ന് ആരാ പറഞ്ഞേ? നിനക്ക് ഞാനില്ലേ? ഈ ശിവന് ഈ ബദ്രി ഇല്ലേ? അതേപോലെ ബദ്രിക്ക് ശിവനും. അപ്പൊ നീ പോന്നേക്ക് മോനെ. നമുക്ക് നാട്ടിലൊക്കെ പോയി അവിടൊക്കെ ഒന്ന് കാണാം. 3 മാസം കഴിഞ്ഞ് തിരിച്ചു വരാം. എന്തു പറയുന്നു? ഓ, ഞാൻ ദാ വരണ്. साहब, मैं कमें? यस शिवा। साहब, हमें 3 महीनों की छुट्टी चाहिए। हो, अब आप अपने परिवार की ठीक से देखना चाहते हैं? यस साहब। हाँ, अच्छा विकल्प, आप छुट्टी ले सकते हैं शिवा। हाँ साहब, and not only me, also Badri come with me too. हाँ, तो फिर जो और लड़कों के मजा लो। ओके साहब,
then we are leaving tonight. Okay, okay. Then Badri, ha Shiva, go and pack. ആ മക്കള് വന്നോ, വണ്ടി കയറി പോവാം. എന്താ ഗൗരിയേച്ചി ഉണ്ടാക്കുന്നേ? ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുക. നിനക്ക് വേണോ? ആ വേണം. വന്നിരിക്കേ, ഇത് ചുട്ട് കഴിഞ്ഞിട്ട് തരാട്ടോ. ഇപ്പൊ നല്ല ചൂടായിരിക്കും. ആ ചേച്ചി. ശിവാനി, ഗൗരി ഇങ്ങോട്ട് വരൂ. ദാ അവരിങ്ങോട്ട് വരുന്നുണ്ടെന്ന്. വണ്ടിയില് കവലിൽ വെച്ച് ദാസം കണ്ടുന്ന്. ആരെ? ശിവനെ. ആ ശിവേട്ടൻ, അയ്യോ എന്റെ പാദസരം ഇവിടെ. ശിവാനി മോളെ, ഗൗരിയേച്ചി ഇപ്പൊ വരാട്ടോ. ആ ചേച്ചി ചെല്ല്, പാദസരം ഇട്ടിട്ട് വന്നാ മതി. ആ നിനക്കതെങ്ങനെ? അതൊക്കെ അറിയാന്നേ, ചെല്ല്.